വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഹലോ. ഹലോ, ആകെ ക്ഷീണിച്ചെന്ന് തോന്നുന്നല്ലോ. ആ, എന്തൊക്കെയുണ്ട് തന്റെ കോളേജിലെ വിശേഷങ്ങള്? നമ്മളെല്ലാരും വിശേഷം ഉണ്ടെന്ന് വിചാരിച്ച ആൾക്ക് വിശേഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. മനസ്സിലായില്ല. എടോ, താൻ ആരായിരിക്കും പറയുന്നേ? സ്വപ്നയുടെ. അവൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവളുടെ കല്യാണം നടത്തിയത്? അതെ. എന്നാലേ അവള് പ്രഗ്നന്റ് അല്ല. ആ, അവളെ സഞ്ജുവായിട്ടുള്ള കല്യാണം നടക്കാൻ വേണ്ടി നുണ പറഞ്ഞതാ. എടോ, ഇങ്ങനൊരു നുണ ഏതെങ്കിലും പെൺകുട്ടി പറയൂ? കാരണം അവൾക്ക് ലക്ഷ്യമാണ് പ്രധാനം. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾ ഗോപാലന്റെ മരുമകളായല്ലോ. എത്ര നാണം കെട്ടാണെങ്കിലും അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ അറിയാം. എടോ, താനിതെങ്ങനെ അറിഞ്ഞത്? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ കൊണ്ട് അവള് കള്ള പ്രഗ്നൻസി റിപ്പോർട്ട് എഴുതിപ്പിച്ചു. അത് ഞാൻ കൈയോടെ പൊക്കി. നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഗിരിയെ മഞ്ജുവിനെ അറിയിക്കാം. എന്തിന്? അവർക്ക് വേണമെങ്കിൽ അവര് സ്വന്തമായിട്ട് കണ്ടുപിടിക്കട്ടെ. എടോ, നമ്മളിത് അറിഞ്ഞിട്ട് അവരോട് പറയാതിരിക്കുന്നത് ശരിയാണോ? അവരറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളോട് കാണിക്കുന്ന പ്രതിബദ്ധത അങ്ങോട്ടും കാണിച്ചാ മതി. അത് മാത്രല്ല, എനിക്ക് ഈ വിവരം അറിയാവുന്നിടത്തോളം കാലം സ്വപ്നം ഞാൻ വരച്ച വരയിൽ നിൽക്കും. എനിക്ക് അവളെ കരുവാക്കി കുറെ കളികളൊക്കെ കളിക്കാനുള്ളതാ. അതുകൊണ്ട് തൽക്കാലം ഇത് വേറെ ആരെയും അറിയിക്കണ്ട. അല്ല, എന്നാലും അത് ഒരെന്നാലും ഇല്ല. സൂരജാണല്ലോ. ഹലോ മഹിമേ, നീ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വാ. ആശുപത്രിയിലേക്കോ? എന്തു പറ്റി? ജസ്റ്റിൻ, അവൻ ഐസിയുല. നീ കരയല്ലേ? എന്താ നടന്നെന്ന് പറ. ഞങ്ങൾ അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ബാറിലേക്ക് പോയതാ. എന്നിട്ട് കുറച്ച് മദ്യപിച്ച് കഴിഞ്ഞപ്പോ എല്ലാവർക്കും വല്ലാത്ത ഛർദിയും തളർക്കും ഒക്കെ ഉണ്ടായി. ആദ്യം ഞങ്ങൾ മദ്യപിച്ചതിന്റെ ആയിരിക്കും കരുതി. പെട്ടെന്ന് ജസ്റ്റിൻ ചോര ഛർദിച്ചു. ഞങ്ങൾ ഒപ്പം തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ജസ്റ്റിൻ അവൻ ജീവന് വേണ്ടി പോരാടുകയാ. മഹിമയാണോ? അതെ. നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം. നീ വരുമ്പോ മുകുന്ദനെയും കൂട്ടിക്കോ. എന്തിനാ മാഡം? അതൊക്കെ വരുമ്പോ പറയാം. വേഗം വാ. നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ? നീ ഒരു രോഗിയാണ്. ഡോക്ടർ ജസ്റ്റിൻ, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നീ സ്വന്തം ആരോഗ്യം നോക്ക്. ചെന്ന് റെസ്റ്റ് എടുക്ക്. വല്ലതും പറഞ്ഞോ? ഇപ്പോഴും ക്രിട്ടിക്കലാണ്. ഇതെല്ലാം എന്റെ തെറ്റായിരുന്നു. ഞാൻ കാരണമാ ജസ്റ്റിൻ ഈ അവസ്ഥയിലായത്. നീ എന്തൊക്കെയാ സൂരജ് പറയുന്നേ? അവനെ ബാറിലേക്ക് കൊണ്ടുപോയി ഞാനല്ലേ. അവൻ കുടിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ മതിയായിരുന്നു. എന്റെ നശിച്ച ബുദ്ധിക്കും അവനെയും കൂടെ ഞാൻ കൂടെ കൂട്ടി. ഒരു തുള്ളി പോലും കുടിക്കാത്ത പയ്യനാ. പക്ഷെ ഞാൻ കാരണം അവനിപ്പോ ഒന്ന് പതുക്കെ പറ സൂരജ്, അവന്റെ അമ്മ കേൾക്കും. കേക്കട്ടാ, ഞാൻ എല്ലാം ഏറ്റു പറയാൻ പോവാ. സൂരജ്, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എടാ, നിനക്കിപ്പോ തോന്നുന്നതേ കുറ്റബോധമാ. നിന്റെ മനസ്സിലുള്ളത് ഇപ്പൊ ജസ്റ്റിന്റെ അമ്മയെ അറിയിച്ചാൽ അവർക്ക് കൂടുതൽ മനപ്രയാസം ഉണ്ടാവുള്ളൂ. നിനക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടി കുറ്റസമ്മതം നടത്തി അവരെ കൂടുതൽ വിഷമിപ്പിക്കരുത്. അത് സ്വാർത്ഥതയാ. നിനക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ആ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ്.
ഡോക്ടർ എന്തേ ഡോക്ടർ? ഐ എം സോറി. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ജസ്റ്റിൻ പോയി. അമ്മ കരയാതമ്മേ. അമ്മ കരയല്ലമ്മേ. എന്തിനാ മാഡം ഞങ്ങളോട് വരാൻ പറഞ്ഞു? ഇതൊരു സാധാരണ മരണമല്ല. അതാണ് ഞാൻ മുകുന്ദനോടും സാറിനോടൊക്കെ വരാൻ പറഞ്ഞത്. ജസ്റ്റിൻ മരിച്ചത് വ്യാജമതി ഉള്ളിൽ ചെന്നിട്ടാണ്. ഇതൊരു മദ്യദുരന്തം തന്നെയാ. സൂരജടക്കം പല ആശുപത്രികളിലായി ആ ബാറിൽ മദ്യപിച്ച പലരും അഡ്മിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റിൻ മാത്രമാണ്. അത് ഗോപാലന്റെ ബാറല്ലേ? അതെ, അയാളെ ഞാനിന്ന് വെട്ടിക്കൊല്ലും. സൂരജ്, നീ ഒന്ന് അടങ്ങ്. ജസ്റ്റിനെ കൊന്നിട്ട് അയാൾ മനസ്സമാത്തോളം ജീവിക്കണ്ട. സൂരജെ, ഗോപാലിനെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അയാൾക്ക് നമ്മൾ എന്തായാലും ശിക്ഷ വാങ്ങിക്കൊടുക്കും. നടക്കുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യം മാത്രം വാക്കുകൊടുത്താ മതി. സ്വന്തം അച്ഛന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ വാക്ക് വിശ്വസിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അച്ഛൻ മരിക്കുമ്പോ ഞാൻ പോലീസ് ആയിരുന്നില്ല, ഇപ്പൊ ആണ്. ഗോപാലൻ ഈ കേസിൽ നിന്നും രക്ഷപ്പെടില്ല. വാചകം അടിക്കാതെ അയാൾക്കെതിരെ നടപടി എടുക്കാൻ നോക്ക്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങളായിട്ട് ഗോപാലനെ ശിക്ഷിച്ചില്ലെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കും. ഞാൻ കളത്തിലിറങ്ങി ജയിച്ച ചേച്ചിക്കത് വലിയ ക്ഷീണമായിരിക്കും. മഞ്ജു, ഇതൊരു ഹോസ്പിറ്റലാണ്. ഗോപാലിനെ ഈ കേസിൽ ഞാൻ ജയിലിൽ അടച്ചിരിക്കും. നീ നോക്കിക്കോ. വ്യാജമദ്യം കഴിച്ച് ചികിത്സയിൽ കഴിയുന്ന ബാക്കി രോഗികൾ ഏതൊക്കെ ആശുപത്രിയിലാണ് ഉള്ളതെന്ന് എനിക്കൊന്ന് അയച്ചു തരണം ഡോക്ടർ. ഷുവർ സർ. ഓ, ബാക്കി ആശുപത്രിയിലുള്ള രോഗികളോട് ഇതൊരു മദ്യദുരന്താണെന്ന് ഡോക്ടർമാർ പറഞ്ഞാണോ? പറഞ്ഞു കാണും. അപ്പോ നാട്ടുകാർ മുഴുവൻ ബാറിന് നേരെ തിരിയില്ലേ? അതുകൊണ്ട് എന്താ, തല്ലി പൊളിക്കട്ടെ ആ ഗോപാലന്റെ ബാറ്. എടോ, ഗിരി അവിടെയായിരിക്കും. നാട്ടുകാർ ദേഷ്യത്തിൽ അവനെന്തെങ്കിലും ചെയ്താലോ? ഓ, തനിക്കതിൽ സന്തോഷമുള്ളൂ അല്ലേ?